students. Welcome to Kerala's #1 online platform for Polytechnic students, MRH Malabar Resource Hub. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേറ്റീവ് അസസ്മെൻറ്റിന് ആവശ്യമായ ക്വസ്റ്റ്യൻസുകൾ ആൻസറുകൾ ഡിസ്കസ് ചെയ്യുന്ന സെഷനാണിത്. സാധാരണ ഇതിൽ 2 സമ്മേറ്റീവ് അസസ്മെൻറ്റുകളാണ് ഉണ്ടാവാറ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് 1, സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2. അതിൽ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 1-ൽ 2 മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസുകളായിരിക്കും ഉണ്ടാവുക. അതേപോലെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2-ലും മറ്റ് 2 മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇന്റേണൽ മാർക്കിൽ 20 മാർക്ക് സമ്മേറ്റീവ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ 5ാമത്തെ സെമസ്റ്ററിലെ സബ്ജക്റ്റായ 5031 സിങ്ക്രോണസ് മെഷീൻസ് ആൻഡ് FHP മോട്ടോഴ്സ്, അതിൻ്റെ സമ്മേറ്റീവ് അസസ്മെൻറ്റിന് ടെസ്റ്റ് പേപ്പറിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് കോഴ്സ് ഔട്ട്കം 1 മൊഡ്യൂൾ 1-ത്തെ ക്വസ്റ്റ്യൻസുകളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സാലിയൻറ്റ് പോൾ ആൻഡ് നോൺ സാലിയൻറ്റ് പോൾ ടൈപ്പ് റോട്ടർ. സിങ്ക്രോണസ് മെഷീൻ ജനറേറ്ററിൻ്റെ, അതിന് വിളിക്കുന്ന വേറെ പേരാണ് ഓൾട്ടർനേറ്റർ, AC ജനറേറ്റർ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റേഴ്സ് പറയും. സ്റ്റേറ്ററിൻ്റെ റോട്ടർ പറയുമ്പോൾ റോട്ടർ 2 ടൈപ്പ് ഉണ്ട്. സാലിയൻറ്റ് പോളുണ്ട്, നോൺ സാലിയൻറ്റ് പോളുണ്ട്. സാലിയൻറ്റ് പോളിൻ്റെ ഒരു ടൈപ്പ് പറയുന്ന വേറൊരു പേരാണ് പ്രൊജക്റ്റഡ് പോൾസ് എന്ന് നമ്മളതിനെ വിളിക്കും, പ്രൊജക്റ്റഡ് പോൾസ്. അതുപോലെ തന്നെ അതിൻ്റെ ഫിഗേഴ്സ് നോക്കാം. ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാകും കുറേ പ്രൊജക്റ്റഡ് പോൾസ് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കുറേ പോൾസ് ഉണ്ട്. ഇത് ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്ററിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് പോൾസുകൾ ഇതിലുണ്ടായിരിക്കും. ഇതിന് ഡയമീറ്റർ ലാർജ് ഡയമീറ്റർ ആയിരിക്കും. ആക്സിയൽ ലെങ്ത്ത് കുറവായിരിക്കും. ആക്സിയൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് എന്താണ് ആക്സിയൽ ലെങ്ത്ത് എന്ന് പറഞ്ഞത്, എക്സാമ്പിൾ ഇതൊരു റോട്ടറാണെന്ന് കരുതുക. ഇതിന് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡയമീറ്റർ. ആക്സിയൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ നീളം, ആക്സിയൽ ലെങ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ആക്സിയൽ ലെങ്ത്ത് കുറവായിരിക്കും ഈ ഒരു ടൈപ്പിന്, ഡയമീറ്റർ കൂടുതലായിരിക്കും. റോട്ടർ പോൾസ് പ്രൊജക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പോൾസിൻ്റെ ഇടയിൽ നോക്കിയാൽ മതി, എയർ ഗ്യാപ്പുകൾ പ്രസൻ്റാണ്. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് യൂണിഫോം അല്ല. ഇത്രയും പോയിൻ്റുകളാണ് ഇതിൽ നിർബന്ധമായും വേണ്ടത്. രണ്ടാമത്തെ ടൈപ്പ് നോക്കാം, നോൺ സാലിയൻറ്റ് പോളാണ്. അതിന് പറഞ്ഞ വേറൊരു പേരാണ് സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടർ. ഫിഗർ നോക്കുക, നേരത്തെ ഉള്ള പോലെയല്ല. സാലിയൻറ്റ് പോള് ലോ ആൻഡ് മീഡിയം സ്പീഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോൺ സാലിയൻറ്റ് പോള് ഹൈ സ്പീഡ് ഓൾട്ടർനേറ്ററിലാണ് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ സാലിയൻറ്റ് പോള് ലാർജ് നമ്പർ ഓഫ് പോൾസ് ഉണ്ടാകുമ്പോൾ ഇവിടെ 2 or 4 പോൾസേ ഉണ്ടാവുള്ളൂ. ലോ നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും ഉണ്ടാവുക. ഡയമീറ്റർ വളരെ കുറവായിരിക്കും ഇതിൻ്റെ. അതേപോലെ തന്നെ ആക്സിയൽ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. റോട്ടറിൻ്റെ ഔട്ടർ സർഫസ് സ്മൂത്താണ്. കൺസ്ട്രക്ഷൻ ഈസിയാണ്. എയർ ഗ്യാപ്പുകളില്ല, നോ എയർ ഗ്യാപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് എയർ ഗ്യാപ്പുകളില്ല. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് 2 ടൈപ്പ് റോട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്. EMF ഇക്വേഷൻ്റെ പ്രോബ്ലം വെച്ചിട്ട്. EMF ഇക്വേഷൻ്റെ ഡെറിവേഷനൊക്കെ എക്സാം ഷുവറായിട്ട് വരും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കുക, കാൽക്കുലേറ്റ് ദ ലൈൻ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ലൈൻ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF 10 പോൾ. ഫസ്റ്റ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമ്മൾ വാല്യൂസ് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ പോവാം. P is equal to 10. 3 ഫേസ് ആണ്, 50 ഹെഡ്സ്. ഫ്രീക്വൻസി F is equal to 50 ഹെഡ്സ്. സ്റ്റാർ കണക്റ്റഡ് ആണ്, നമുക്ക് ആവശ്യമുണ്ട് സ്റ്റാർ കണക്റ്റഡ്. കാരണം ലൈൻ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കാണാനുണ്ട്. അപ്പോൾ ലൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ √3 ഇൻറ്റു ഫേസ് EMF ആണ്. ലൈൻ കറൻറ്റ് ഈസ് ഈക്വൽ ടു ഫേസ് കറൻറ്റ്. ഇങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ സ്റ്റാർ കണക്റ്റഡ് ആണ് വിത്ത് 60 സ്ലോട്ട്സ് ആൻഡ് 4 കണ്ടക്ടർ പെർ സ്ലോട്ട്സ്. 60 സ്ലോട്ടുകളുണ്ട് ഇവിടെ ആർമേച്ചർ കോറിൽ. ആ 60 സ്ലോട്ടിൽ ഓരോ സ്ലോട്ടിലും 4 കണ്ടക്ടേഴ്സ് ഉണ്ട്. 4 കണ്ടക്ടേഴ്സ്
പെർ സ്ലോട്ടാണ്. കോയിൽ സ്പാന് ഉള്ളത് 150 ഡിഗ്രിയാണ്. ഫ്ലക്സ് പെർ പോൾ ഈസ് 5 ഈസ് ഈക്വൽ ടു 0.12 വെബർ ആൻഡ് ഇറ്റ് ഈസ് സിനുസോയിഡലി ഡിസ്ട്രിബ്യൂട്ടഡ്. EMF ഇക്വേഷൻ ഫസ്റ്റ് അങ്ങ് എഴുതി വെക്കാം. ഈ ഫേസ് വോൾട്ടേജ് ആണ് ഈസ് ഈക്വൽ ടു 4.44 ഇൻറ്റു KC ഇൻറ്റു KD ഇൻറ്റു 5 ഇൻറ്റു F ഇൻറ്റു 5 ഇൻറ്റു T. ഇതിൽ തന്ന വാല്യൂസുകൾ നോക്കാം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് F, അതൊക്കെ. ഫ്ലക്സ് തന്നിട്ടുണ്ട്, അതൊക്കെ. T ഡയറക്റ്റ് തന്നിട്ടില്ല, KC കണ്ടില്ല, KD കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോയിൽ സ്പാൻ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് T ഒന്ന് കാണാം. അതിന് നമ്മൾ Z കാണാം, കണ്ടക്ടർ പെർ ഫേസ്, ഒരു ഫേസിലുള്ള കണ്ടക്ടർ കാണാം. ഓക്കെ, 60 സ്ലോട്ടാണ് ഇൻറ്റു 4 കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് ഇൻറ്റു 4. അപ്പോൾ മൊത്തം കണ്ടക്ടേഴ്സ് കിട്ടും. ഒരു ഫേസിൽ കിട്ടണമെങ്കിൽ ഡിവൈഡ് ബൈ 3 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 80. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80 ആയിരിക്കും കിട്ടുക Z ഫേസ്. നമുക്ക് കിട്ടുന്ന T ആണ്. T ഈസ് ഈക്വൽ ടു Z ഫേസ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് 80/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ടീൻ്റെ വാല്യൂം കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ട സംഗതി KC കിട്ടണം. KC എന്ന് പറഞ്ഞാൽ പിച്ച് ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് α/2 ആണ്. ഇവിടെ 150 ഡിഗ്രി കോയിൽ സ്പാൻ ഉണ്ട്. കോയിൽ സ്പാൻ 150 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ, കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട്. ഇത് ഒരു E എന്ന് പറയും, E1 ആണ്. ഇത് E2 ആണ്. ഇതാണ് നമ്മൾ ആൽഫ. ഇതാണ് ഇപ്പോൾ തന്ന വാല്യൂ 150 ഡിഗ്രി. അപ്പോൾ ഈ ആൽഫ കിട്ടണമെങ്കിൽ 180 ഡിഗ്രി മൈനസ് 150 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 30 ഡിഗ്രി. KC is equal to alpha is equal to 180 degree minus 150 degree, that is 30 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കാം ആൽഫൻ്റെ വാല്യൂ. ഇനി നമുക്ക് KC കാണാം. KC is equal to കോസ് α/2 ആണ്. ശ്രദ്ധിക്കേണ്ട കേസ് α/2, ഈ ആംഗിൾ ഇങ്ങനെ തന്നെ ഇതിനെ കോസ് 30/2 ആണ്. ദാറ്റ് ഈസ് കോസ് 15. കോസ് 15ൻ്റെ വാല്യൂ നോക്കുക, ചെയ്യുമ്പോൾ 0.966 എന്നുള്ള വാല്യൂ കിട്ടും. അതാണ് KC. ഒരു കാരണവശാലും KC ഒന്നിനേക്കാൾ കൂടുതൽ വാല്യൂ ആവരുത്. ഇനി ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുൾ പിച്ച്ഡ് കോയിൽ ആണ് എന്ന് പറഞ്ഞു വരുക. അപ്പോൾ KC is equal to 1 എന്നുള്ള വാല്യൂ. അപ്പോൾ KCയും കിട്ടി നമുക്ക്. ഇനി നമുക്ക് കിട്ടേണ്ടത് KD ആണ്. KD കിട്ടണം. KD is equal to sin m β/2 ഡിവൈഡ് ബൈ m ഇൻറ്റു sin β/2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ കാണണം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് N കാണണം. N എന്ന് പറഞ്ഞാൽ സ്ലോട്ട്സ് ബൈ പോളാണ്. സ്ലോട്ട്സ് ബൈ പോൾ. നമ്മൾ ക്വസ്റ്റ്യൻ എത്ര സ്ലോട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? 60 സ്ലോട്ട്. എത്ര പോളായിരുന്നു? 10 പോൾ. ദാറ്റ് ഈക്വൽ 6. ഓക്കെ, 6 കിട്ടി. ഇനി M കിട്ടണമെങ്കിൽ N/3 ആണ്. M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് ആണ്. നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട് പെർ പോൾ N ആണ്. ബൈ ഫേസ് 3 ഫേസ് ആയതാണ് /3. അങ്ങനെയാണ് ഈ വാല്യൂ കിട്ടിയത്. 6/3 ഈസ് ഈക്വൽ ടു 2. എമ്മും കിട്ടി.
ഇനി ബീറ്റ കിട്ടണം. ബീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ബൈ എൻ ആണ്. ദാറ്റ് ഈസ് 180 ഡിഗ്രി ബൈ എൻ എത്രയാണ്? 6. ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പോൾ ബീറ്റ ഈക്വൽ ടു നോക്കാം. ബീറ്റ ഈക്വൽ ടു ഇല്ല, കെ ഡി ഈക്വൽ ടു സൈൻ എം ബീറ്റ ബൈ 2. എം എത്രയാണ്? 2. ബീറ്റ 30 ഡിഗ്രി ബൈ 2 ഡിവൈഡ് ബൈ എം ഇൻറ്റു എം എത്രയാണ്? 2 ആണ്, ഇൻറ്റു സൈൻ ബീറ്റ ബൈ 2 30/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നേരത്തെ പോലെ തന്നെ 0.966 ആയിരിക്കും കിട്ടുക. കെ ഡി കിട്ടുക. ഇനി ഇ ഫേസ് ഈസ് ഈക്വൽ ടു നമ്മൾ കാണുകയാണ് 4.44 ഇൻറ്റു കെ സി ആണ്. കെ സിന് 0.966, കെ ഡി 0.966, കെ സി ഇൻറ്റു കെ ഡി ഇൻറ്റു എഫ് ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ്? 50 ആണ്. ഫൈ ഇൻറ്റു ഫൈ എത്ര കിട്ടിയത് നമുക്ക്? വാല്യൂവിൽ 0.12 ആണ്, ഇൻറ്റു ടി. ടി എന്നുള്ള വാല്യൂ നമുക്ക് ലഭിച്ചത് 40 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 994.4 വോൾട്ട്. ചെയ്ത് നോക്കണേ, മിസ്റ്റേക്സുകളുണ്ട് അറിയിക്കണം. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ലൈൻ വാല്യൂ ആണ്. സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ലൈൻ വാല്യൂ ഈക്വൽ ടു √3 ഇൻറ്റു ഇ ഫേസ് ആണ്. അപ്പോൾ √3 ഇൻറ്റു 994.4 അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1722 വോൾട്ട്. ഇതായിരിക്കും വാല്യൂ കിട്ടുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ. ഡിറൈവ് ദ ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് 3 ഫേസ് സാലിയൻറ്റ് പോൾ ഓൾട്ടർനേറ്റർ. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പാർട്സുകൾ ഓരോ ഡിസ്കസ് ചെയ്ത് കാണും. നല്ല വൃത്തിയിൽ ഫിഗർ വരച്ചിട്ട് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഡൗൺ അഡ്വാൻറ്റേജ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റേഷനറി ആർമേച്ചർ ഫോർ ആൻ ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്ററിൻ്റെ സ്റ്റേഷനറി ആർമേച്ചർ ആക്കുന്ന അഡ്വാൻറ്റേജ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഡ്രോ ദ വെക്റ്റർ ഡയഗ്രാം ഓഫ് ആൻ ഓൾട്ടർനേറ്റർ അണ്ടർ ലാഗിങ് ആൻഡ് ലീഡിങ് പവർ ഫാക്ടർ. വെക്റ്റർ ഡയഗ്രാം ഉണ്ട് ലാഗിങ് പവർ ഫാക്ടറിൽ, ലീഡിങ് പവർ ഫാക്ടറിൽ, യൂണിറ്റി പവർ ഫാക്ടറിലൊക്കെ വെക്റ്റർ ഡയഗ്രാംസ് ഉണ്ട്. അതിൻ്റെ ചിത്രം വരയ്ക്കുക. അത് എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ അറ്റ് 0 പവർ ഫാക്ടർ ലാഗിങ്, 0 പവർ ഫാക്ടർ ലീഡിങ്, യൂണിറ്റി പവർ ഫാക്ടർ. ഇതിലുള്ള ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റുകൾ എക്സ്പ്ലനേഷൻ ചെയ്യാം. ഇനി കോഴ്സ് ഔട്ട്കം 2 നോക്കാം. നമുക്ക് കോഴ്സ് ഔട്ട്കം 2ൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ പ്രോപ്പർ സിങ്ക്രണൈസേഷൻ ഓഫ് 3 ഫേസ് ഓൾട്ടർനേറ്റർ. 3 ഫേസ് ഓൾട്ടർനേറ്ററിൻ്റെ കണ്ടീഷൻസുകൾ, 3 ഫേസ് ഓൾട്ടർനേറ്ററിൻ്റെ സിങ്ക്രണൈസേഷൻ ചെയ്യേണ്ട കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 3 കണ്ടീഷനാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഒന്ന് ഇൻകമിങ് ഓൾട്ടർനേറ്ററും അതേപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് നമ്മൾ ആ ബസ് ബാറിലോട്ട് ആഡ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകമിങ് ഓൾട്ടർനേറ്റർ എന്നുള്ളത്. ഓൾറെഡി ആ സിസ്റ്റം പോകുന്നതാണ് ബസ് ബാറാണ്. അതിൽ ഓൾറെഡി ആഡ് ചെയ്ത കുറേ ഓൾട്ടർനേറ്റേഴ്സ് ഉണ്ടാവും. അതിലോട്ട് പുതിയ ഓൾട്ടർനേറ്റർ നമ്മൾ പാരലായിട്ട് ആഡ് ചെയ്യണം. അതാണ് സിങ്ക്രണൈസേഷൻ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആ ഇൻകമിങ് ഓൾട്ടർനേറ്ററിൻ്റെയും ബസ് ബാറിൻ്റെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻകമിങ് മെഷീൻ്റെയും ബസ് ബാറിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. ആ ഫ്രീക്വൻസി സെയിം ആകുന്ന സ്പീഡ്. അടുത്ത കേസ് ഓൾട്ടർനേറ്ററിൻ്റെയും ബസ് ബാറിൻ്റെയും ഫേസ് സെയിം ആയിരിക്കണം. ഫസ്റ്റത്തെ കണ്ടീഷനായ വോൾട്ടേജ് സെയിം ആക്കാൻ നമുക്ക് വോൾട്ട്മീറ്റർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കണ്ടീഷൻ സ്പീഡ്, അതായത് ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ഫേസും ഇത് ചെയ്യാൻ നമ്മൾ സിങ്ക്രണൈസിങ് ലാമ്പുകൾ യൂസ് ചെയ്യണം. അതേപോലെ സിങ്ക്രണോസ്കോപ്പ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇനി ഒരു ക്വസ്റ്റ്യനാണ് EMF മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. 1200 kVA 3300 volt 50 Hz 3 phase star connected alternator has
Armature resistance is 0.25 ohm per phase. A field current of 40 ampere produces a short circuit current of 200 ampere. An open circuit EMF of 1100 volt, line voltage. Calculate the percentage regulation on full load 0.8 power factor lagging. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ EMF മെത്തേഡ് വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ പ്രോബ്ലം ചെയ്ത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസുകൾ വരാം. രണ്ടാമത്തെ മൊഡ്യൂളിലുള്ള പ്രോബ്ലം EMF മെത്തേഡ് വെച്ചുള്ളതാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് നമുക്കത് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇതിലത്തെ വാല്യൂസുകളൊക്കെ എടുത്ത് ചെയ്താം. 1200 kVA. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംഗതികൾ ഞാൻ ഇങ്ങോട്ടങ്ങ് എഴുതി വെക്കുകയാണ്. പവർ എന്ന് പറഞ്ഞാൽ √3 × VL × IL. ഇറ്റ് ഈസ് ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു, കറണ്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്, പവർ ഈസ് ഈക്വൽ ടു √3 × VL. പവർ എന്ന് പറഞ്ഞാൽ 1200 കിലോ, അത് 10⁻³ വോൾട്ട് ആംബിയർ ആണ്. ഡിവൈഡ് ബൈ √3 × VL 3300 ആണ്. ഇതാണ് കറണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കും 209.95 ആംബിയർ. ഇതിൻ്റെ മാറ്റങ്ങളുണ്ടെങ്കിൽ പറയണം. അടുത്തത് 3300 വോൾട്ടാണ് വോൾട്ടേജ്. ഇത് നമുക്ക് ഫേസ് വോൾട്ടേജ് ഒന്ന് കണ്ടുവെക്കാം. ഇപ്പോൾ തന്നെ കണ്ടുവെക്കാം. ഫേസ് വോൾട്ടേജ് 3300 ഡിവൈഡ് ബൈ √3. കാരണം നമ്മൾ ചെയ്യുന്ന ഇക്വേഷനിൽ നമുക്ക് ഫേസ് വോൾട്ടേജ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 1905.3 വോൾട്ട്. ഈ ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എവിടെയും. 3 ഫേസ് ആണ്, സ്റ്റാർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ആർമേച്ചർ റെസിസ്റ്റൻസ് ഈ 0.25 ഓം ആണ്. എ ഫീൽഡ് കറണ്ട് ഓഫ് 40 ആംബിയർ. ഫീൽഡ് കറണ്ട് 40 ആംബിയർ അത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. അവർ വാല്യൂ തന്നാണ്, അതായത് ഗ്രാഫ് എടുക്കുമ്പോൾ ആവശ്യമുണ്ട്, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന ആവശ്യമില്ല. പ്രൊഡ്യൂസ് എ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഓഫ്, അത് നമുക്ക് ആവശ്യമുണ്ട്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഓഫ് 200 ആംബിയർ. ആൻഡ് ആൻ ഓപ്പൺ സർക്യൂട്ട് EMF 1100 വോൾട്ട്, ലൈൻ വോൾട്ടേജ്. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് റെഗുലേഷൻ ഓൺ ഫുൾ ലോഡ് 0.8 പവർ ഫാക്ടർ ലാഗിങ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് RA കിട്ടിയിട്ടുണ്ട്, നമുക്ക് ZS കാണാം. ഫസ്റ്റ് സിങ്ക്രോണസ് ഇമ്പിഡൻസ് കാണും. ZS ഈക്വൽ ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് പെർ ഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്, പെർ ഫേസ് ഡിവൈഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. നമുക്കറിയാം സ്റ്റാർ, നമ്മൾ നേരത്തെ എഴുതിയതാണ്. സ്റ്റാറിലാകുമ്പോൾ, സ്റ്റാർ കണക്ഷൻ ആകുമ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ √3 ആണ്. ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലൈൻ കറണ്ടാണ്. അവിടെ 1100 ഡിവൈഡ് ബൈ √3 200 ഫേസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ZS ഈസ് ഈക്വൽ ടു 3.175 ഓമാണ് ZS. RA ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസ് കാണാൻ ഈസ് ഈക്വൽ √ZS² മൈനസ് RAൻ്റെ സ്ക്വയർ. രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലഭിക്കും 3.165 ഓം ആയിരിക്കും ലഭിക്കും. ഇനി നമുക്ക് കിട്ടാനുള്ളത്, അപ്പോൾ ZS കിട്ടി, അതിൽ നിന്ന് എക്സസ് കിട്ടി, നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു, വോൾട്ടേജ് പെർ ഫേസ് കണ്ടുപിടിച്ചു, ആ സംഗതികളൊക്കെ കണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് E0 നമുക്ക് കാണണം. E0 ഈസ് ഈക്വൽ ടു √of
വി കോസ് ഫൈ പ്ലസ് ഐ ഇൻറ്റു ആറ് ഇൻറ്റു ഹോൾ സ്ക്വയർ പ്ലസ് വി സൈൻ ഫൈ പ്ലസ് ഐ ഇൻറ്റു എക്സസിൻ്റെ ഹോൾ സ്ക്വയർ. ഇതാണ് E0 കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ വി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫേസ് വാല്യൂ ആണ് കിട്ടുന്നത് 1905.5 ഇൻറ്റു കോസ് ഫൈ. കോസ് ഫൈവിൻ്റെ വാല്യൂ എത്രയാണ്? ലാസ്റ്റ് തന്നിട്ടുണ്ട് 0.8 പവർ ഫാക്ടർ എന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കോസ് ഫൈൻ്റെ വാല്യൂ 0.8 ആണ്. സൈൻ്റെ വാല്യൂ സൈൻ ഫൈവ് ഇവിടെ കാണണം. സൈൻ ഫൈവ് വാല്യൂ ചെയ്ത് നോക്കിയാൽ മതി. ഡയറക്റ്റ് നമുക്ക് 0.6 തന്നെ എഴുതാം. കോസ് ഫൈവ് 0.8 ആണ്, സൈൻ ഫൈവ് 0.6 ആയിരിക്കും. അപ്പോൾ 0.8 പ്ലസ് കറണ്ട് നമുക്ക് എത്രയാണ് ലഭിച്ചത്? കറണ്ടിൻ്റെ വാല്യൂ 209.95 ഇൻറ്റു 0.25 പ്ലസ് വി ഇൻറ്റു താഴോട്ട് ഇതാണ് വി 1000 0.5 ഇൻറ്റു സൈൻ ഫൈവ് 0.6 പ്ലസ് ഐ 209.95 ഇൻറ്റു എക്സസ് എന്ന് പറഞ്ഞാൽ 3.165 3.165 ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് കിട്ടുമ്പോൾ E0ൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കുന്നത് 2398.69 വോൾട്ട്. പേഴ്സൻറ്റേജ് റെഗുലേഷനാണ് നമുക്ക് കാണേണ്ടത്. പേഴ്സൻറ്റേജ് റെഗുലേഷൻ ഇത് ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ലാഗ് ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ E0യിൽ ഇവിടെ പ്ലസ് വന്നത്. ഏത്? വി സൈൻ ഫൈവ് പ്ലസ് ഐ എക്സസ്. ലീഡിങ് ആണെങ്കിൽ മൈനസ് ഐ എക്സസ് ആയിരിക്കും വരിക. ഓക്കെ, പേഴ്സൻറ്റേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ E0 മൈനസ് വി ബൈ വി ഇൻറ്റു 100. ഇവിടുത്തെ വിയും നമ്മൾ നേരത്തെ തന്നെ ഫേസ് വോൾട്ടേജാണ് വേണ്ടത്. 2398.69 മൈനസ് 1905.3 ഡിവൈഡ് ബൈ 1905.3 ഇൻറ്റു 100. ഇതിൻ്റെ പേഴ്സൻറ്റേജ് റെഗുലേഷൻ കണ്ട് 25.89% നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ രണ്ടാമത്തെ കോഴ്സ് എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകൾ. ഡിസ്ക്രൈബ് വോൾട്ടേജ് റെഗുലേഷൻ ബൈ MMF മെത്തേഡ് വിത്ത് റെലവൻറ്റ് ഫിഗർ. എക്സ്പ്ലെയിൻ 2 ബ്രൈറ്റ് ആൻഡ് 1 ഡാർക്ക് ലാമ്പ് മെത്തേഡ് ഓഫ് സിങ്ക്രോണൈസേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സിങ്ക്രോണൈസിങ് പവർ ആൻഡ് സിങ്ക്രോണൈസിങ് ടോർക്ക്. Describe voltage regulation by ZPF method with relevant figure. Describe open circuit test and short circuit test of synchronous machines with relevant figures. ഇതാണ് ഈ മൊഡ്യൂളിലെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ MRH ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് ആൻഡ്രോയിഡിൻ്റെ സ്കാൻ ചെയ്യേണ്ട ആപ്പിൻ്റെ ലിങ്കുകൾ QR കോഡുകളാണ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ആൻഡ്രോയിഡിലുള്ളതും iOSലുള്ളതും. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കേൾക്കാനും അതനുസരിച്ച് നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി ഗ്രേഡോട് കൂടിയിട്ട് ഉന്നത വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.